good, good. ഒരു ഫാമിലി മൂഡ് ആ ഒരു വൈബ് തരുന്ന മൂവി ആയിരിക്കും. It's a classic. It's a classic. ഈ ചേട്ടൻ അഞ്ചന്മാരുള്ള ആ ഒരു റിലേഷൻ അതൊക്കെ എടുക്കുകയാണ്. That's what I said. It is a classic movie. It's a subject which is treated very well. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. വൗ, സൂപ്പർ മൂവി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഫീൽ ഗുഡ് മൂവിയാണ്. എക്സ്പെഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സുരാജ്, അലൻസീർ, ജോർജ് ഇവരുടെ 3 പേരുടെ പെർഫോമൻസ് എടുത്തു പറയണം. 3 പേരും മത്സരിച്ചുള്ള ഒരു അഭിനയമാണ്. നമ്മൾ ആ കഥയിൽ തന്നെ ജീവിക്കുന്ന ഒരു ലൈഫ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഒരു MDയുടെ ഒക്കെ ഒരു ഫീലിംഗ് കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ലാഗ് ഇല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും പടത്തിൽ. ഭയങ്കര എൻഗേജിങ് ആണ്. സോ എക്സ്പെഷ്യലി ഫാമിലീസ് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണെന്ന് 100% ഷുവറായിട്ട് പറയാൻ പറ്റും. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. തിയേറ്റർ വാച്ചുകൾ ഐറ്റം തന്നെയാണ്. അതിനുള്ള എല്ലാം ഉണ്ട്. അതായത് എക്സ്പെഷ്യലി ഗൈഡ് കൊടുക്കുന്നതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഒരാൾ തന്നെയാണ്, പുള്ളിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 3 പേർക്കും എല്ലാ ജോണറിലോർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പടം മേക്ക് ചെയ്തേക്കുന്നത്. ഒരു ലൈഫുണ്ട്. തിയേറ്ററിൽ കയറി നമ്മളെ സീറ്റിൽ ഇരുന്ന് ഇറങ്ങി വരുന്നതിനും വരെ ആ ലൈഫുണ്ട്. ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീലോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റും. ഇങ്ങനെ ഒരു ജോണറിലുള്ള പടം കണ്ടിട്ട് കുറേ നാളായി. സോ നല്ല മൂവിയാണ്. സോങ്സ് സ്കോർസ് ഒക്കെ അതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയണം. കാരണം നമുക്ക് ആ ഫീല് നല്ല രീതിയിൽ പടത്തിലെ എൻഡിങ് വരെ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ലൊക്കേഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ നല്ല മൂവി. ഇമോഷണൽ ഭയങ്കര കണക്റ്റഡ് ആണ്, ഒന്നും പറയാനില്ല. എക്സ്പെഷ്യലി ഫാമിലീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു ചേട്ടനനിയന്മാരുടെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അത് ഭയങ്കര കണക്റ്റഡ് ആവും. കൂട്ടത്തിൽ തനിയെന്നൊരു സിനിമയുണ്ട്, അതിന്റെ ഒരു ഡിക്റ്റാണ് കലക്കിട്ടോ. എല്ലാവരും പെർഫോമൻസ് കലക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളൊരു വേറൊരു മൂഡിലാണ് പടം പോകുന്നത്. ആ MD സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് കിട്ടിയത്. എല്ലാ പെർഫോമൻസ് ഒക്കെ ജോജു ഒക്കെ കലക്കിയിട്ടുണ്ട്. ജോജു, സുരാജ്, അലൻസീർ എല്ലാവരും ഒരു മോശം പറയാനില്ല. ശരിക്കും നമ്മുടെ വീട്ടിലോ അല്ലെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാ തോന്നുന്നു. ഇടുപ്പം കേട്ടോ, ഭയങ്കര ഫീൽ ഗുഡ് മൂവി. നമ്മുടെ ആൾക്കൂട്ടത്തിൽ തന്നെയുടെ ഒരു ഫീലിംഗ്. ആ ഒരു പഴയ ഒരു പടം കണ്ട് നമ്മൾക്ക് അതൊരു നല്ലൊരു പടം. മോശം കേട്ടോ, അടിപൊളി ഫാമിലി ഡ്രാമ മൂവിയാണ്. അതറിയാലോ, പഴയ നമ്മുടെ MD സിനിമകളൊക്കെ കാണുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. കലക്കം പടം. അവരുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു ആളും മോശമായിട്ട് പറയാനില്ല. കലക്കം പടം, ഇമോഷണലി നല്ല ഇമ്പാക്ട് ഉള്ള പടം. കലക്കി പടം വേറെ ലെവൽ പടം. സ്റ്റോറി വൈസ് എല്ലാവരും ഒരു നമുക്കൊരു ഫീൽ കൂട്ട് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളൊരു പഴയ ഒരു നിസ്റ്റാൾജിയ തോന്നുന്ന അതുപോലെ ഒരു പടം കേട്ടോ. വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. സെന്റിമെന്റ്സ് ഉള്ള ഫാമിലി കഥയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. യഥാർത്ഥ സൂപ്പർ മൂവി. സരന്റെ ഡയറക്ഷൻ അടിപൊളി, നന്നായിരുന്നു. എല്ലാരും പോയി അത് തന്നെ നമ്മൾ കുറെ നാള് കൂടി കാണുന്ന ഒരു നല്ലൊരു പിക്ചർ. അത് തന്നെ, ശരിക്കും അതെ, നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി പാർട്ടീഷനിങ് അതൊക്കെ റിലേറ്റ് ചെയ്ത ഒരു മൂവിയല്ലേ? ഫാമിലീസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുതിയ പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമ്മൾക്ക് യൂഷ്വലി കാണുന്ന നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതെ, ശരിക്കും നല്ലതാണ്. എപ്പോഴും കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു കാംനെസ് ഉണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. നല്ലതാണ്. മ്യൂസിക്സും സ്കോർസ് ഒക്കെ എന്തോരം മൂവിക്ക് ഭയങ്കര ആപ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മ്യൂസിക് ആണ് ആക്ച്വലി. നല്ല സിംഗായിട്ട് തന്നെയാണ് പോകുന്നത്. നല്ലതാണ്, വളരെ നല്ലതാണ്. നല്ല സിനിമയാണ്. പഴയ നമ്മുടെ ഒരു കൂട്ടുകുടുംബം, ഒരു ഫാമിലി സെറ്റപ്പിലുള്ള ഒരു കഥ. നല്ല കഥയാണ്, കൊള്ളാം. ഒരു ചേട്ടനഞ്ചന്മാർ തമ്മിലുള്ള റിലേഷൻ പറയുന്ന സ്റ്റോറി. അതെ, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ പ്രദേശമൊക്കെ ആകുമ്പോ അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ള കേസുകളൊക്കെ ഓരോ സമയത്ത് കൂട്ടിത്തെറിക്കുന്നത് അതൊക്കെ അങ്ങനെ വരുന്നു. മെസ്സേജസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് എന്തെങ്കിലും